ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ രീതിയിൽ നമ്മൾ പ്ലിന്ത് ബീമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് അടുത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു 10-15 ദിവസം നന്നായിട്ട് വെള്ളം നനയ്ക്കുക എന്നതാണ്, അല്ലേ? സാധാരണ രീതിയിൽ നമ്മൾ വെള്ളം നനയ്ക്കുന്നത് ബീമിന് മുകളിൽ തുണിച്ചാക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം അതിൽ വെള്ളം നനച്ചു കൊടുക്കാറാണ് പതിവ്, അല്ലേ? എന്നാൽ നല്ല വെയിലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് എപ്പോഴും ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിലെ അത് ഈ ബീമിന് മുകളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ 1.5 അടി ഗ്യാപ്പിലോ 1 അടി ഗ്യാപ്പിലോ നമ്മൾ ചെറിയ ചെറിയ ഹോള് ഇടുക. അതിനുശേഷം ഒരു വാൽവ് ഉപയോഗിച്ച് ടാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈർപ്പം നമുക്ക് എപ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കും. നമ്മളൊരു കോൺക്രീറ്റ് എലമെൻറ്റ് എത്രത്തോളം ക്യൂറിങ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ക്യൂറിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയാനും ഇത് കാരണമാകുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്യൂറിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാൽവ് ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ പൈപ്പിന് ഇട്ട ഹോളിന് പുറത്ത് ഓരോ പിടി എംസാൻഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പൈപ്പിൽ നിന്ന് പുറത്തോട്ട് തെറിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.